ഹായ് ഫ്രണ്ട്സ്, ലേണിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുപമ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചില കൺഫ്യൂസിങ് ഫാക്ട്സ് നമുക്കൊന്ന് നോക്കാവേ. വളരെ ചെറിയ ചില കൺഫ്യൂസിങ് ഫാക്ട്സ് നമുക്കൊന്ന് നോക്കാം. കെമിസ്ട്രിയിലെ കൺഫ്യൂസിങ് ഫാക്ട്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. പ്രസ്താവന രൂപത്തിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും, ഇതേതായിരിക്കും, അത് ഇതാണോ എന്നൊക്കെ ഡൗട്ട് അടിക്കും. അപ്പോൾ നമ്മൾ ഈ കൺഫ്യൂസിങ് ഫാക്ട്സ് ഇങ്ങനെ കുറേ പഠിച്ചു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അത് മെമ്മറിയിൽ വരും ഇല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഏത് നിയമമാണത്? ബോയിൽ നിയമമാണ് അല്ലേ. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നത് എന്താണ് കാരണം? ബോയിൽ നിയമമാണ്. ബോയിൽസ് ലോ കാരണമാണ് വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നത്. കാരണം എന്താണ്? ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ബോയിൽസ് ലോയിൽ എന്താണ് പറയുന്നത്? പ്രഷർ കൂടുന്തോറും എന്ത് കുറയുന്നു? വോളിയം കുറയുന്നു ഇല്ലേ. പ്രഷർ അതായത് മർദ്ദം വോളിയത്തിന് വിപരീത അനുപാതത്തിലാണ്. അതാണ് ബോയിൽസ് ലോ നിർവചിക്കുന്നത് ഇല്ലേ. അപ്പം മർദ്ദം കൂടും തോറും എന്ത് കുറയുന്നു? വ്യാപ്തം കുറയുന്നു. അപ്പം P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V ആണല്ലേ. അപ്പം മർദ്ദം കൂടുന്തോറും വോളിയം കുറയുന്നു, അല്ലെങ്കിൽ മർദ്ദം കുറയുന്തോറും വോളിയം കൂടുന്നു അല്ലേ. അപ്പോൾ ബോയിൽസ് ലോ എന്താണ് നിർവചിക്കുന്നത്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അല്ലേ. അപ്പം മർദ്ദം കൂടുന്തോറും വോളിയം കുറയുന്നു, മർദ്ദം കുറയുന്തോറും വോളിയം കൂടുന്നു. അതാണ്. അപ്പം നമ്മൾ വീർപ്പിച്ച ബലൂണ് നല്ല പ്രസ് ചെയ്ത് മർദ്ദം ചെലുത്തിയാണ് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുന്നത് ഇല്ലേ. അപ്പോൾ ആ താഴ്ത്തുന്ന ആ മർദ്ദം ഇങ്ങനെ നമ്മൾ കൂടുതൽ പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ ബലൂണിൻ്റെ വോളിയം കുറയുന്നു ഇല്ലേ. അപ്പം നമുക്കിത് ഈസി ആയിട്ട് ഇനി മറക്കത്തില്ലല്ലോ ആരും. ഇങ്ങനൊരു ചോദ്യം കെമിസ്ട്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആരും മറക്കത്തില്ലല്ലോ. ഏതാണ് അതിൻ്റെ നിയമം എന്ന് പറയുന്നത്? ബോയിൽസ് ലോ ആണ് ഇല്ലേ. അപ്പം കൺഫ്യൂസിങ് ഫാക്ട്സ് അല്ലേ ഇത്. ഇതൊരു കൺഫ്യൂഷൻ ആവുന്ന ചോദ്യമല്ലേ. അപ്പം ഇത് നിങ്ങൾ ഇനി മറക്കരുത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഒരു അക്വേറിയത്തിലെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന നിയമം ഏതാണ്? ഒരു അക്വേറിയത്തിലെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന നിയമമാണ് ബോയിൽസ് നിയമം അല്ലേ. ബോയിൽ നിയമം, അതും ബോയിൽ നിയമമാണ്. അതുപോലെ തന്നെ പ്രഷർ ഉപയോഗിച്ച് ബലൂൺ താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നതും, അതുപോലെ തന്നെ ഒരു അക്വേറിയത്തിലെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന അക്വേറിയത്തിൽ ബബിൾസ് വരത്തില്ലേ. അപ്പം ആ വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും എന്ത് ചെയ്യുന്നെന്നാണ് പറയുന്നത്? കൂടി വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് അടിക്കും, എന്താണ് ചാൾസ് ആണോ ബോയിൽസ് ആണോ എന്താണെന്നൊരു ഡൗട്ട് അടിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. വളരെ ചെറുത് എന്നൊരു 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷേ ഈ 4 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പെട്ടെന്നത് എക്സാം ഹാളിൽ എത്തുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ. ഒരു അക്വേറിയത്തിലെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം എന്തുകൊണ്ടാണ് മുകളിലേക്ക് വരുംതോറും കൂടുന്നത്? അത് നമുക്കൊന്ന് നോക്കാവേ. സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ അക്വേറിയത്തിൻ്റെ അടിഭാഗത്ത് എന്തായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും ഇല്ലേ. അക്വേറിയത്തിൻ്റെ അടിഭാഗത്ത് എന്തായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ മുകളിലേക്ക് ഉയരും തോറും മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു ഇല്ലേ. അപ്പം മുകളിലേക്ക് ഉയരും തോറും എന്ത് ചെയ്യുന്നു? മർദ്ദം കുറയുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോയിൽസ് ലോ അനുസരിച്ച് മർദ്ദം കൂടുമ്പോൾ എന്ത് കുറയുന്നു? വോളിയം കുറയുന്നു. അപ്പം മർദ്ദം കുറയുമ്പോൾ എന്ത് കൂടുന്നു? വോളിയം കൂടുന്നു. അപ്പം ഈ മർദ്ദം താഴേന്ന് ഉയരുന്ന കുമിളകൾ അവിടെ താഴെ അടിത്തട്ടിൽ മർദ്ദം എന്താണ്? കൂടുതലാണ്. അപ്പം താഴെ അടിത്തട്ടിൽ മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? വായുകുമിളകളിൽ കുഞ്ഞതായിരിക്കും. പക്ഷേ മുകളിലോട്ട് ഉയരുന്തോറും മർദ്ദം കുറവല്ലേ. അപ്പം വായുകുമിളകൾ എന്തോ ചെയ്യും? വികസിക്കാൻ തുടങ്ങും ഇല്ലേ. അതിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള ഇടം കിട്ടും. അന്നേരം വോളിയം എന്ത് ചെയ്യും? കൂടും. അതാണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പം ബോയിൽസ് ലോ ആണ്. അതിൻ്റെയും കാരണം എന്താണ്? ബോയിൽസ് ലോ ആണ്, അതായത് ബോയിൽ നിയമമാണ് അല്ലേ. നെക്സ്റ്റ് കൺഫ്യൂസിങ് ഫാക്ട്സ് നോക്കാം.
വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം എന്താണ്? വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം എന്താണ്? എന്താണ്? ചാൾസ് നിയമമാണ് അല്ലേ? അപ്പോൾ ചാൾസ് നിയമം എന്താണ് പ്രതിപാദിക്കുന്നത്? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എന്താണ്? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഇങ്ങനെയും നമുക്ക് ചോദ്യം വരാം. ഒരു വസ്തുവിൻ്റെ വ്യാപ്തം ടെമ്പറേച്ചറിനെ, അതായത് താപനിലയെ ആശ്രയിച്ചിരിക്കുന്നത് ഏത് നിയമമാണ് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിയമമാണ് പ്രസ്താവിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ വരുന്നത്? ചാൾസ് നിയമമാണ് അല്ലേ? അപ്പോൾ നമ്മളൊരു ബലൂണിനെ വെയിലത്ത് വെക്കുകയാണ്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടുന്നതിന് കാരണം ചാൾസ് നിയമമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? വെയിലത്ത് വെക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടുന്നു അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു? വോളിയവും കൂടുന്നു. വോളിയം കൂടുമ്പോൾ അതിനകത്തെ തന്മാത്രകളുടെ കൊളീഷൻ കൂടും അല്ലേ? കൊളീഷൻ കൂടി അതെന്ത് ചെയ്യും? ബ്ലാസ്റ്റ് ആവും. പൊട്ടാൻ ഇടവരും. അപ്പോൾ അതാണ് നോർമലായിട്ട് ചിന്തിച്ചാൽ അതിൻ്റെ ബിഹൈൻഡിൽ ഉള്ള നിയമം എന്ന് പറയുന്നത് ഏതാണ്? ചാൾസ് നിയമമാണ്. നോക്കുക, എന്താണ്ട് നോക്കൂ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? അതിൻ്റെ തന്മാത്രകളുടെ മോളിക്യൂൾസിൻ്റെ അതിൻ്റെ എന്ത് കൂടുന്നു? അതിൻ്റെ ചലനശേഷി കൂടുന്നു, വോളിയം കൂടുന്നു. ആയതിനാൽ അത് എന്ത് ചെയ്യുന്നു? ബ്ലാസ്റ്റ് ആവുന്നു അല്ലേ? അതാണ് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം എന്താണ്? ചാൾസ് നിയമമാണ്. അടുത്ത നോക്കാം. ഇതും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാതകങ്ങൾ സിലിണ്ടറുകളിലാക്കിയിട്ട് വിതരണം ചെയ്യാൻ കഴിയുന്നത് ഏത് നിയമമാണ്? വാതകങ്ങൾ സിലിണ്ടറുകളിലാക്കിയിട്ട് വിതരണം ചെയ്യാൻ കഴിയുന്നത് ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ് അല്ലേ? അതായത് പിസ്റ്റൺ വെച്ചിട്ട് താഴ്ത്തി അമർത്തി മർദ്ദം കൊടുത്താണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഗ്യാസിനെ നിറച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? സിലിണ്ടറുകളിൽ. അപ്പോൾ സിലിണ്ടറുകളിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാതകങ്ങൾ വിതരണം ചെയ്യുന്നത്. അത് ഏത് നിയമമാണ്? ബോയിൽസ് നിയമമാണ്. അതെന്തുകൊണ്ടാണ്? പ്രഷർ കൂടും തോറും വോളിയം കുറയുന്നു. അതായത് വാതകങ്ങളെ പ്രഷർ ചെലുത്തി അമർത്തി അതിനകത്ത് വോളിയം കമ്മിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 4 കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് പഠിച്ചത്. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി മറക്കത്തില്ലെന്ന് എനിക്കറിയാം. അത് നോക്കുക, നോക്കിയിട്ട് പോവുക. ഇനി നമുക്ക് വേറെ കൺഫ്യൂസിങ് ഫാക്ട്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.